ശ്രീ കുഞ്ഞിക്കുട്ടൻ ഇളയതെഴുതിയ രാമായണ കഥ കുട്ടികൾക്ക് എന്ന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായമാണ് ഇനി വായിച്ചു തുടങ്ങുന്നത്. എല്ലാവരും കേൾക്കുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. കുട്ടികൾ എത്തിച്ചേർന്നപ്പോൾ മുത്തച്ഛൻ കഥ പറയാൻ ആരംഭിച്ചു. മാവ്, പ്ലാവ്, കടമ്പ് തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പഞ്ചവടിയിൽ ലക്ഷ്മണൻ ആശ്രമം നിർമ്മിച്ചു. ഗൗതമി നദിക്കരയിലെ താമസം സുഖകരമായിരുന്നു. ലക്ഷ്മണൻ കായും പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ച് രാമനും സീതയ്ക്കും നൽകും. രാത്രിയിൽ ഉണർവോടെ സംരക്ഷകനായി നിൽക്കും. രാമനെയും സീതയെയും ശുശ്രൂഷിക്കുന്നതിലായിരുന്നു സദാസമയവും ലക്ഷ്മണന്റെ ശ്രദ്ധ. ശുശ്രൂഷാവേളയിൽ രാമൻ ലക്ഷ്മണന് മോക്ഷമാർഗങ്ങളെക്കുറിച്ച് ഉപദേശങ്ങൾ നൽകി. ശൂർപ്പണഖ രാക്ഷസിയാണ്, രാവണന്റെ സഹോദരി. പഞ്ചവടിക്കടുത്തുള്ള ജനസ്ഥാനമാണ് അവളുടെ വാസസ്ഥലം. ഭ്രാതാവായ ഖരനോടൊത്ത് വസിക്കുന്നു. രാമന്റെ സൗന്ദര്യം കണ്ട് അവൾ മയങ്ങി. രാമനെ ഭർത്താവായി കിട്ടണം, അതായിരുന്നു മോഹം. ശൂർപ്പണഖയ്ക്ക് രൂപം മാറാൻ കഴിയും, മായയാൽ മനസ്സിൽ കരുതുന്ന രൂപം. അവൾ അതീവ സുന്ദരിയായി മാറി. രാമന്റെ കാൽപ്പാടുകൾ നോക്കി ഒരു ദിവസം അവൾ രാമാശ്രമത്തിലെത്തി. തന്റെ ആഗ്രഹം അവൾ ശ്രീരാമനെ അറിയിച്ചു. അടുത്ത ശ്രമം ശ്രീരാമനെ പരിചയപ്പെടാനാണ്. ആരാണ്, ആരുടെ മകനാണ്, ജട ധരിച്ച് മുനിമാരെ പോലെ ഇത്ര ചെറുപ്പത്തിൽ ആശ്രമത്തിൽ എന്തിനു വന്നു? എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? അവൾക്ക് എല്ലാം അറിയണം. ശ്രീരാമൻ എല്ലാം അറിയിച്ചു. കഥകൾ അറിഞ്ഞപ്പോൾ രാക്ഷസിയുടെ മോഹം വർദ്ധിച്ചു. അവളും മോശക്കാരിയല്ലെന്ന് രാമൻ അറിയണമല്ലോ. താൻ രാവണന്റെ സഹോദരിയാണെന്നും ജ്യേഷ്ഠനായ ഖരന്റെ കൂടെ താമസിക്കുകയാണെന്നും രാമനെ വിവാഹം കഴിക്കാൻ മോഹമുണ്ടെന്നും അറിയിച്ചു. രാക്ഷസിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമന് കൗതുകം തോന്നി. അവളെ ഒന്ന് കളിയാക്കാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ കൂടെ ഭാര്യ സീതയുണ്ട്, അനിയൻ ലക്ഷ്മണന്റെ കൂടെ ഭാര്യയില്ല. അവൻ അപ്പുറത്തുണ്ട്, ചോദിച്ചു നോക്കണം. അവൻ സമ്മതിക്കാതിരിക്കില്ല. രാമന്റെ വാക്ക് കേട്ട് അവൾ ലക്ഷ്മണന്റെ അടുത്ത് ചെന്നു. ലക്ഷ്മണനും അവളെ കളിയാക്കാൻ തന്നെ ഒരുമ്പെട്ടു. രാമൻ രാജാവാണ്, താൻ വെറും ദാസൻ. ദാസന്റെ ഭാര്യയായാൽ ദാസിയാവില്ലേ? അതുകൊണ്ട് രാമന്റെ അടുത്തേക്ക് തന്നെ ചെല്ലൂ. നിർബന്ധിച്ചാൽ സമ്മതിക്കാതിരിക്കില്ല. ദശരഥ മഹാരാജാവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നതല്ലേ. അവൾ വീണ്ടും രാമന്റെ അടുത്തു വന്നു. വീണ്ടും ലക്ഷ്മണനെ നിർബന്ധിക്കാൻ പറഞ്ഞ് രാമൻ അപ്പോഴും ഒഴിഞ്ഞു മാറി. ശൂർപ്പണഖയ്ക്ക് കോപം വന്നു. താൻ സീതയെ പിടിച്ചു തിന്നുമെന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തി. അത് രാമന് സഹിച്ചില്ല. അപ്പോഴേക്കും രാക്ഷസി ഭീകര രൂപം പൂണ്ട് സീതയുടെ അടുത്തേക്ക് പാഞ്ഞു. ലക്ഷ്മണൻ ഉടനെ അവളെ പിടികൂടി. രാമന്റെ ആജ്ഞ അനുസരിച്ച് വാളെടുത്ത് അവളുടെ മൂക്കും കാതും മുറിച്ച് വിരൂപയാക്കി. ചോരയിൽ ശരീരം മുഴുവൻ കുതിർന്നു. അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ഖരന്റെ മുന്നിൽ ചെന്ന് വീണു. ഖരന്റെ കോപം ആളിക്കത്തി. ചെയ്യരുതാത്ത ക്രൂര വിനോദം. ധീരതയല്ല കാണിച്ചത്, അഹംഭാവമാണ്. അതിനെ ആയുധം കൊണ്ട് തന്നെ പകരം ചോദിക്കണം. ഖരൻ ഭീകരന്മാരായ 14,000 രാക്ഷസന്മാരോട് കൂടി രാവണനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. കടുത്ത പോരാട്ടമുണ്ടാവുമെന്ന് ഉറപ്പായി. ഖരന്റെ കൂടെ വീരന്മാരായ അനുജൻ ദൂഷണനും മകൻ ത്രിശിരസും കൂടിയുണ്ട്. സീത സുരക്ഷിതയാകണം. അടുത്തു തന്നെ ഒരു ഗുഹയുണ്ട്. അവളെ അതിലാക്കി ലക്ഷ്മണൻ ആയുധധാരിയായി കാവൽ നിന്നു. ശ്രീരാമൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ രാക്ഷസന്മാരെയും വകവരുത്താൻ ആഗ്രഹിച്ചു. സഹായിയാകണമെന്ന മോഹം ലക്ഷ്മണനുണ്ടായിരുന്നു. പക്ഷേ രാമന്റെ ആജ്ഞ സീതയെ സംരക്ഷിക്കാൻ മാത്രമായിരുന്നു. രാക്ഷസപ്പട വിചിത്രമായ ആയുധങ്ങളും പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം രാമന്റെ മേൽ പ്രയോഗിച്ചു. പക്ഷേ അവയെല്ലാം തട്ടി നീക്കി രാമൻ മുന്നേറി. രാമന്റെ അമ്പൊടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് ആയിരക്കണക്കിന് അമ്പുകൾ വർഷിച്ചു. സകല രാക്ഷസന്മാരും 3.25 നാഴിക കൊണ്ട് ചത്തൊടുങ്ങി. ഖരനുമായിട്ടുള്ള യുദ്ധം അതിഭയങ്കരമായിരുന്നു. യുദ്ധത്തിൽ ശരങ്ങളേറ്റുണ്ടായ മുറിവിൽ നിന്ന് ചോരയൊഴുകി. ഖരൻ അതിശക്തനായിരുന്നു. അവനെ വധിക്കാൻ രാമൻ ഏറെ പണിപ്പെട്ടുവെങ്കിലും വിജയശ്രീലാളിതനായി. ലക്ഷ്മണൻ ഗുഹയ്ക്കുള്ളിൽ നിന്ന് സീതയെ രാമന് മുമ്പാകെ കൊണ്ടുവന്നു. സീത രാമനെ കെട്ടിപ്പുണർന്നു. മുറിവുകൾ തലോടി. അല്പസമയം കൊണ്ട് മുറിവുകളെല്ലാം മാഞ്ഞുപോയി. ചത്തുകിടക്കുന്ന രാക്ഷസന്മാരെ കണ്ട് സീത അത്ഭുതപ്പെട്ടു. യുദ്ധത്തിൽ എല്ലാ രാക്ഷസന്മാരും വധിക്കപ്പെട്ട വസ്തുത ശൂർപ്പണഖ രാവണനെ അറിയിച്ചു. മൂക്കും ചെവിയും അരിഞ്ഞുകളഞ്ഞ് വിരൂപയാക്കിയ സഹോദരിയെ കണ്ട് രാവണൻ ക്രുദ്ധനായി. ആരാണ് വൈരൂപ്യം വരുത്തിയത്? ഇന്ദ്രനോ, യമനോ, വരുണനോ, കുബേരനോ? ആരായാലും ഉടനെ ഭസ്മമാക്കും. രാവണന്റെ എടുത്തുചാട്ടം കണ്ട് ശൂർപ്പണഖ കുണ്ഠിതപ്പെട്ടു. രാമനെക്കുറിച്ചും ഖരനുമായുള്ള വിവരങ്ങളും അവൾ വിസ്തരിച്ച് രാവണനെ ധരിപ്പിച്ചു. എന്നാൽ തനിക്ക് സംഭവിച്ച വൈരൂപ്യത്തിന്റെ കഥ മാത്രം അല്പം വളച്ചൊടിച്ചു. രാവണൻ അത് വിശ്വസിക്കണമല്ലോ. ശൂർപ്പണഖ തെറ്റുകാരിയും ആകരുത്.
രാമന്റെ ഭാര്യ സുന്ദരിയാണ്. അവളെ നിനക്ക് വേളിക്കായി കൊണ്ടുവരാൻ തുനിഞ്ഞപ്പോൾ അനുജൻ ലക്ഷ്മണനാണ് എന്നെ ഉപദ്രവിച്ചത്. രാമനോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവളെ കൊണ്ടുപോരുക എളുപ്പമല്ല. രാമനെ മായയാൽ മോഹിപ്പിച്ച് സീതയെ പ്രാപിക്കണം. ശൂർപ്പണഖയുടെ തന്ത്രം അവളെ രാവണന്റെ മുന്നിൽ കുറ്റവിമുക്തയാക്കി. പക്ഷേ രാവണൻ നിസ്സാരനല്ല. രാമന്റെ അവതാര രഹസ്യമെല്ലാം അറിയുന്നവനാണ്. തന്നെ വധിക്കാൻ പിറന്ന മനുഷ്യനാണ് രാമൻ. തനിക്കും അറിയാം. ഉടനെ രാമനോട് ഏറ്റുമുട്ടി മരിച്ചാൽ സ്വർഗരാജ്യം ലഭിക്കുമെങ്കിലും വൈകിച്ചാൽ അത്രയും കാലം കൂടി രാക്ഷസ ചക്രവർത്തിയായി കഴിയാമല്ലോ. അതുകൊണ്ട് വിരോധിയായി തന്നെ ഭഗവാനോട് എതിർത്ത് മുന്നോട്ടു പോകാം. രാവണൻ തീരുമാനിച്ചു. കഥ മതിയാക്കി മുത്തച്ഛൻ കുട്ടികളോട് ഉറങ്ങാൻ ഉപദേശിച്ചു. കുട്ടികളെ, മുത്തച്ഛൻ കഥ തുടരട്ടെ, കേട്ടോളൂ. സഹോദരി ശൂർപ്പണഖയെ വിരൂപയാക്കിയത് രാമലക്ഷ്മണന്മാരല്ലേ? അവരോട് പകരം ചോദിക്കണം. അതിനെന്തു വേണം? അവരെ ജീവിക്കാൻ അനുവദിക്കരുത്, സ്വൈര്യം കെടുത്തണം. രാക്ഷസന്മാരെ കൊന്നു കാടുവാഴാമെന്ന് അവർ വിചാരിക്കരുത്. സീതയെ തട്ടിക്കൊണ്ടുപോന്ന് സ്വന്തം ഭാര്യയാക്കണം. എങ്കിലേ ശ്രീരാമന്റെ വീര്യം ക്ഷയിക്കൂ. രാവണൻ രാജസിംഹാസനത്തിൽ ഇരുന്ന് ഗർജിച്ചു. രാമനോടുള്ള ഏറ്റുമുട്ടൽ എങ്ങനെ തുടങ്ങണം? രാവണൻ ഉപായങ്ങൾ ആലോചിച്ചു കിടന്നു. ഉറക്കം വരുന്നില്ല. രാവിലെ മാരീചനെ കാണാൻ പുറപ്പെട്ടു. മാരീചൻ ഇന്ന് രാമഭക്തനാണ്. വിശ്വാമിത്രന്റെ യാഗം കഴിഞ്ഞ ശേഷം സംഭവിച്ച മാറ്റം. അന്ന് ശ്രീരാമൻ കൊല്ലാതെ വിട്ടതല്ലേ, ആ നന്ദി മാരീചനുണ്ട്. മരവുരിയും ജഡയും ധരിച്ച് ശ്രീരാമമന്ത്രം ഉരുവിട്ട് കഴിഞ്ഞുകൂടുന്നു. അപ്രതീക്ഷിതമായി രാവണനെ കണ്ടപ്പോൾ മാരീചൻ അത്ഭുതപ്പെട്ടു. വെറുതെ വരുന്നവനല്ല രാവണൻ, അത് മാരീചൻ അറിയാം. രാവണൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യം പറഞ്ഞു. ശൂർപ്പണഖയുടെ കഥയും ഖരന്റെ വധവും, കൂട്ടത്തിൽ സീതയെ അപഹരിച്ചു കൊണ്ടുപോരാനുള്ള തന്ത്രവും. എന്നാൽ സീതയെ കൂട്ടിക്കൊണ്ടുപോരുന്നതിൽ മാരീചന് താല്പര്യമില്ല. രാവണനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാവണനുണ്ടോ പിന്തിരിയുന്നു? ആഗ്രഹിച്ചാൽ അത് നടക്കണം. അതിന് ഏതു വഴിയും സ്വീകരിക്കും. എതിർത്തു നിന്നാൽ മറുപടി വാള് തന്നെ. മാരീചൻ ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടു. എതിർത്തു പറഞ്ഞാൽ രാവണൻ കൊല്ലും. രാമന്റെ കൈകൊണ്ട് മരിച്ചാൽ സ്വർഗമെങ്കിലും കിട്ടും. ഈ ദുഷ്ടനെ അനുസരിക്കുക തന്നെ. ഇവന്റെ കൈകൊണ്ടുള്ള മരണം എന്തായാലും വേണ്ട. രാവണന്റെ കൽപ്പന സ്വീകരിച്ച് പഞ്ചവടിയിലേക്ക് ചെന്നു. തങ്ക നിറമുള്ള മാനായി ചമഞ്ഞു. അങ്ങിങ്ങ് വെള്ളപ്പുള്ളികളുമുണ്ട്. നല്ല കൗതുകം. നീലക്കല്ലൊളി മിഴികളും മോഹനരൂപവും. സീതയുടെ കൺമുമ്പിലൂടെ പലവട്ടം ഓടി മറഞ്ഞു. വനാന്തരത്തിൽ വിഹരിച്ചു. ചാടുന്നു, ഓടുന്നു, കളിക്കുന്നു. അടുത്തുവരും, പെട്ടെന്നകലും. മായാരൂപം പൂണ്ട മാരീചൻ സീതയെ വ്യാമോഹിപ്പിച്ചു. ശ്രീരാമനോട് പറഞ്ഞു ആ സ്വർണ്ണവർണ്ണ മാനിനെ പിടിച്ചുകൊണ്ടുവരാൻ. ശ്രീരാമൻ ആരംഭത്തിൽ മടിച്ചെങ്കിലും പിന്നീട് സീതയുടെ ആഗ്രഹം നിറവേറ്റാൻ ഇറങ്ങി. അപ്പോൾ ലക്ഷ്മണൻ അത് മായാവിയായ മാരീചനായിരിക്കുമോ എന്ന് സംശയം പറയാതിരുന്നില്ല. സീതയുടെ സുരക്ഷ ലക്ഷ്മണനെ ഏൽപ്പിച്ച് ശ്രീരാമൻ മാനിനെ പിന്തുടർന്നു. മാരീചനാണെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ സീതയ്ക്ക് വിനോദത്തിന് ഉപകരിക്കും. മാൻ ചിലപ്പോൾ അരികെ, ക്ഷണത്തിൽ ഓടും മറയും, പിന്നെ കാണാം അകലെ. അങ്ങനെ കുറേ ദൂരം പോയി. രാമൻ ആശ്രമത്തിൽ നിന്ന് വളരെ അകന്നു. രാമൻ സംശയിച്ചു. ഇത് സാധാരണ മാനല്ല, മായാവിയായ രാക്ഷസൻ തന്നെ. അമ്പെടുത്തെയ്തു. മാരീചൻ യഥാർത്ഥ രൂപത്തിൽ നിലംപറ്റി. വായിലൂടെ ചോര ഒഴുകുന്നു. എങ്കിലും അവൻ രാവണന് നൽകിയ വാക്ക് നിറവേറ്റി. രാമന്റെ ശബ്ദത്തിൽ രാക്ഷസൻ വിളിച്ചു. ഹാ ലക്ഷ്മണ, ഹാ സീതേ, ഞാൻ മരിക്കാൻ പോകുന്നു. ഓടിവരൂ, എന്നെ രക്ഷിച്ചു. ശബ്ദം മാറ്റി കരഞ്ഞത് സീതയെയും ലക്ഷ്മണനെയും തെറ്റിദ്ധരിപ്പിക്കാനാണ്. മാരീചൻ ശ്രീരാമനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അന്ത്യശ്വാസം വലിച്ച് മോക്ഷം നേടി. രാവണന്റെ സൂത്രം ഫലിച്ചു. ആശ്രമത്തിൽ സീത നിലവിളി കേട്ട് ഞെട്ടി. തന്റെ ഭർത്താവിന് ആപത്ത് പറ്റിയിരിക്കുന്നു. ലക്ഷ്മണ, വിളിച്ചത് കേട്ടില്ലേ? അങ്ങോട്ട് ചെല്ലൂ, സീത നിർബന്ധിച്ചു. ലക്ഷ്മണന് തീരെ സംശയമില്ല. ആ ശബ്ദം ജ്യേഷ്ഠൻ്റേതല്ല, മായാവിയായ ഏതോ രാക്ഷസന്റേതാണ്. ലക്ഷ്മണൻ സീതയുടെ നിർബന്ധത്തിന് വഴങ്ങിയില്ല. ദുഷ്ടബുദ്ധിയാണ് നിനക്ക്. നീ രാമന്റെ നാശമാണ് ആഗ്രഹിക്കുന്നത്. രാമനില്ലാതായാൽ നിനക്ക് എന്നെ കിട്ടുമെന്ന് മോഹിക്കേണ്ട. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സീതയുടെ വാക്കുകൾ അല്പം കടന്നുപോയി. ഇത്ര ക്രൂരമാകരുതായിരുന്നു. ചെവികൾ പൊത്തി ദുഃഖിതനായി ലക്ഷ്മണൻ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. എന്നോടിങ്ങനെ പറയാൻ തോന്നിയല്ലോ. ജ്യേഷ്ഠത്തിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. വലിയ നാശം. ലക്ഷ്മണൻ വാക്കുകൾ നിയന്ത്രിച്ച് താക്കീത് കൊടുത്തു. തുടർന്ന് ശരം കൊണ്ട് ഒരു രേഖ വരച്ച് അത് മറികടക്കരുതെന്ന് ജ്യേഷ്ഠത്തിയോട് നിർദ്ദേശിച്ചു. സീതയെ വനദേവതമാർക്ക് സമർപ്പിച്ച് ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്തേക്ക് നടന്നു. സീത ആശ്രമത്തിൽ തനിച്ചായി. ആ സമയത്തിനു വേണ്ടിയാണ് രാവണൻ കാത്തിരുന്നത്. രാവണൻ കപടവേഷം ധരിച്ചു. തനി സന്യാസി തന്നെ. യോഗദണ്ഡും ജലപാത്രവുമേന്തി സീതയുടെ സമീപമെത്തി. സീത ഭക്തിപൂർവ്വം സന്യാസിയെ വണങ്ങി പൂജിച്ചു. സന്യാസി കുശലം ചോദിച്ചു. ആരാണ്?
രാക്ഷസന്മാർ തിങ്ങിയ ഈ ഘോരവനത്തിൽ എന്തിനു വേണ്ടി താമസിക്കുന്നു? സീത മറുപടി നൽകി. കൂട്ടത്തിൽ സന്യാസിയെ അറിയാനുള്ള ആഗ്രഹവും. താനാണ് രാവണൻ, രാക്ഷസന്മാരുടെ അധിപൻ. സുന്ദരിയായ നിന്നെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ്. ലങ്കയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. മുനിവേഷക്കാരനായ ഭർത്താവിനെ കൊണ്ട് എന്തു കാര്യം? കാട്ടിൽ കിടന്ന് നരകിച്ച് ചെറുപ്പം കളയരുത്. രാവണന്റെ പെരുമാറ്റവും സംസാരവും സീതയ്ക്ക് പിടിച്ചില്ല. നാശം അടുത്തിരിക്കുന്നു. രാവണന്റെ മനസ്സിൽ ദുഷ്ടവിചാരങ്ങൾ തോന്നാൻ കാരണം അതാണ്. രാമൻ ഇപ്പോൾ എത്തും. രാമബാണങ്ങൾക്ക് നിന്റെ ആഗ്രഹങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയൂ. സിംഹത്തിന്റെ ഭാര്യയെ കണ്ട് കൊതിക്കാനല്ലേ മുയലിനു കഴിയൂ? രാവണൻ കോപം കൊണ്ട് അന്ധനായി. സീതയുടെ സമ്മതത്തോടെയുള്ള യാത്ര സാധ്യമല്ല. രാവണൻ തന്റെ ഭീകരരൂപം വെളിപ്പെടുത്തി. മല പോലെയുള്ള ശരീരം, കാർമേഘത്തിന്റെ നിറം, 10 തലകൾ, 20 കൈകൾ. രൂപം കണ്ട സീത ഞെട്ടി. വനദേവതമാരും ഭൂതങ്ങളും നടുങ്ങി. രാക്ഷസൻ നഖങ്ങൾ കൊണ്ട് ഭൂമി പിളർന്ന് സീതയെ അപ്പാടെ തൂക്കിയെടുത്ത് തേരിലേറ്റി ആകാശമാർഗം സ്ഥലം വിട്ടു. സീത ഉറക്കെ കരഞ്ഞു. ഹാ ഹാ രാമ, ഹാ ഹാ ലക്ഷ്മണ. പക്ഷേ ആ കരച്ചിൽ ആര് കേൾക്കാൻ? ആരുമില്ലാത്തവനും ഒരാളുണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ആ കരച്ചിൽ ജടായു കേട്ടു. പക്ഷിശ്രേഷ്ഠൻ ഉയർന്നു പൊങ്ങി വഴി തടഞ്ഞു. എന്നാൽ എല്ലാം തട്ടി നീക്കിക്കൊണ്ട് തേര് പാഞ്ഞു പോവുകയാണ് ലങ്കയിലേക്ക്. പക്ഷിശ്രേഷ്ഠൻ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് തേര് കൊത്തി കേടുവരുത്തി. കാലുകൊണ്ട് കുതിരകളെ കുത്തിക്കീറി വില്ല് കഷ്ണങ്ങളാക്കി. പക്ഷെ മായാവിയായ രാവണനെ തോൽപ്പിക്കാൻ എളുപ്പമാണോ? രാവണൻ വാളെടുത്ത് ജടായുവിനെ വെട്ടി ചിറകറ്റ് ആ പക്ഷിരാജൻ നിലംപതിച്ചു. മായ കൊണ്ട് ഒരു മായാരഥം വരുത്തി രാവണൻ സീതയെ കൊണ്ടുപോയി. ആ സത്യം ജടായുവിന് മാത്രമേ അറിയൂ. പാവം ജടായു എന്തു ചെയ്യും? എങ്ങനെ രാമനെ അറിയിക്കും? രാമ രാമ, ജടായു ഉറക്കെ വിളിച്ചു കരഞ്ഞു. ആ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഇനി കഥ നാളെ. എല്ലാവരും കിടന്നോളി.